കഴിഞ്ഞ ഒരു 10 വർഷക്കാലത്തെ കേരളം ഏത് രീതിയിലാണ് വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്, ഇനി നമ്മുടെ വിഷൻ എന്താണ്, 2031 വരെയുള്ള ഒരു 5 വർഷ കാലയളവിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുകയാണ് വിവിധ സെഷനുകളല്ലേ? തീർച്ചയായും വിനിഷ മുഖവരയായി പറഞ്ഞതാണ്. വലിയ തരത്തിലെ വിവാദങ്ങൾ വിഷൻ 2031 സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി. പ്രതിപക്ഷത്തിന് മറുപടിയില്ലാത്ത അവസ്ഥയുണ്ടായി. കഴിഞ്ഞ ദിവസം KPCC നേതൃയോഗത്തിന് വേണ്ടി വന്ന KC വേണുഗോപാലും സച്ചിൻ പൈലറ്റ് അടക്കമുള്ള നേതാക്കൾക്ക് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടി വന്നു. മണിശങ്കർ അയ്യർ പറഞ്ഞ കേരളത്തിൻ്റെ പൊതുവായ പൊതു സ്വീകാര്യതയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ രാഷ്ട്രീയത്തിനതീതമായി AICCയുടെ ഇപ്പോഴത്തെയും വർക്കിംഗ് കമ്മിറ്റിയുടെ ക്ഷണിതമായിട്ടുള്ള മുൻ കേന്ദ്രമന്ത്രി രാജീവ് ഗാന്ധിക്കൊപ്പം പ്രവർത്തിച്ചയാൾ പഞ്ചായത്ത് രാജ് ബില്ലുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ച് ആ വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ കേരളം നേടിയ നേട്ടങ്ങൾ എന്തൊക്കെയാണ്, അത് കൃത്യമായി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ്, മഹാത്മാഗാന്ധിജി കണ്ട സ്വപ്നം ാണ് അത് കേരളത്തിലാണ്, അത് പഞ്ചായത്ത് രാജ് ഈ പറയുന്ന അധികാര വികേന്ദ്രീകരണത്തെ സംബന്ധിച്ച ഈ നിർദ്ദേശങ്ങളും അത് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സംസ്ഥാനത്തിൽ ഒന്ന് എന്ന് പറയുന്നത് അത് എന്നും കേരളമാണ് എന്ന് മണിശങ്കർ അയ്യർ വന്ന് പറയുന്നു. ഒപ്പം തന്നെ കേരളത്തിലെ പ്രതിപക്ഷം ഇത്തരത്തിലുള്ള സംസ്ഥാനത്തിൻ്റെ പൊതുവികസനത്തെ സംബന്ധിച്ചിട്ടുള്ള വികസന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിലുള്ള ഖേദം അദ്ദേഹം പരിപാടിയിൽ പരസ്യമായി രേഖപ്പെടുത്തുകയും ചെയ്തു. അത് സംബന്ധിച്ച് മണിശങ്കർ അയ്യരെ പൂർണ്ണമായി തള്ളി. അദ്ദേഹം കോൺഗ്രസ്സുകാരനല്ല, മുമ്പ് കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ്സുകാരൻ്റെ അഭിപ്രായമല്ല എന്ന് പറയുന്നത് അവരുടെ ഔദ്യോഗിക വക്താവായിട്ടുള്ള പവൻ ഖേദ ആദ്യം അഭിപ്രായം പറയുന്നു. അതിനുശേഷം KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ അദ്ദേഹം PR ഏജന്റാണ്, കേരള സർക്കാരിൻ്റെ PR ഏജന്റാണ് എന്ന തരത്തിൽ മറുപടി പറയുന്നു. അവസാനം KC വേണുഗോപാലും കേരളത്തിലെ കോൺഗ്രസും എന്താണ് ചെയ്യുന്നത്, ദേശീയ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണ് എന്ന് അദ്ദേഹം ചില മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകുന്നു. അങ്ങനെ വലിയ വിവാദത്തിലേക്ക് ഈ കാര്യങ്ങൾ പോയി. അതൊരു ഭാഗം. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ 10 വർഷം മാത്രമല്ല, കഴിഞ്ഞ കേരള രൂപം കൊണ്ട് 75 വർഷം പൂർത്തിയാകുന്ന 2031 കേരളം എങ്ങനെയാകണമെന്നൊരു വിഷൻ കൂടിയാണ്. ആ വിഷൻ്റെ ഭാഗമായി കഴിഞ്ഞ 10 വർഷം നടത്തിയ കൃത്യമായ പ്രവർത്തനം 1957 EMS സർക്കാർ കൊണ്ടുവന്ന ഭൂപരിഷ്കരണം മുതൽ തുടങ്ങിയിട്ടുള്ള ക്ഷേമ പെൻഷൻ, നായനാർ സർക്കാർ കൊണ്ടുവന്ന ക്ഷേമ പെൻഷൻ, തുടർന്ന് EMS സർക്കാർ തന്നെ കൊണ്ടുവന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള സൗജന്യ വിദ്യാഭ്യാസം, തുടർന്ന് അത് ഹൈസ്കൂൾ വരെ വ്യാപിപ്പിക്കുന്നത്, തുടർന്ന് അത് ഈ KN ബാലഗോപാലിൻ്റെ ബഡ്ജറ്റിലാണ് ബിരുദ തലം വരെ സൗജന്യ വിദ്യാഭ്യാസം എന്ന തലത്തിലേക്ക് കേരളത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിലെല്ലാം നിർണായകമായ തീരുമാനമെടുത്തത് ഇടതു സർക്കാരുകളാണ്. അതിൻ്റെ ഒരു തുടർച്ചയാണ് കഴിഞ്ഞ 10 വർഷമുണ്ടായത്. അതിൻ്റെ തുടർച്ചയിലേക്ക് 2031 കേരളം ഇതുവരെ ആർജിച്ച നേട്ടങ്ങൾ, ഇനി മാറ്റേണ്ട നിർദ്ദേശങ്ങൾ, ഒപ്പം തന്നെ ലോകരാജ്യങ്ങളിലുള്ള ആഗോള മാതൃകകൾ, ഇത്തരം കാര്യങ്ങളുടെ വിശദമായ ചർച്ചയാണ് ഈ വിഷൻ 2031 നടന്നത്. വിവിധ വിഭാഗങ്ങൾ, തൊഴിലാളി വിഭാഗങ്ങൾ, ഒപ്പം തന്നെ ഉദ്യോഗസ്ഥ രംഗം, ഒപ്പം പൊതുവിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ കേരളം, ആരോഗ്യം തുടങ്ങിയ ഓരോ മേഖലകളിൽ തരംതിരിച്ചാണ്. കഴിഞ്ഞ ദിവസം തന്നെ 9 വേദികളിൽ 18 വിഷയങ്ങളെ സംബന്ധിച്ച വിവിധ സെമിനാറുകളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്ത് ഈ രംഗത്തുള്ള വിദഗ്ധരും സംസ്ഥാനത്തെ വിദഗ്ധരും തമ്മിലുള്ള ആശയവിനിമയം, കേരളത്തിൻ്റെ മാതൃകകൾ അങ്ങോട്ട് വയ്ക്കുകയും ആഗോള മാതൃകകൾ തിരിച്ച് അവർ ഇങ്ങോട്ട് വയ്ക്കുകയും ചെയ്യുന്ന, പരസ്പരം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ആശയ സ്വരൂപണത്തിൻ്റെ ഒരു വേദിയായി അത് മാറി. ലേബർ കോഡ് സംബന്ധിച്ച് കേരളം നേരിടുന്ന വെല്ലുവിളി, രാജ്യം നേരിടുന്ന വെല്ലുവിളി, തൊഴിലാളി സംഘടനകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. പ്രതിപക്ഷം ബഹിഷ്കരിച്ചു എങ്കിലും പ്രതിപക്ഷത്തെ തൊഴിലാളി സംഘടനകൾ, INTUC അടക്കമുള്ള മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ തൊഴിലാളി സംഘടനകളടക്കം കഴിഞ്ഞ ദിവസത്തെ ചർച്ചകളിൽ, നിർണായകമായ ചർച്ചകൾ, ഏകദേശം 13-14ഓളം വരുന്ന പ്രതിപക്ഷ സംഘടനകളുടെ തൊഴിലാളികളും കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ പങ്കെടുത്തു. അതുകൊണ്ട് മണിശങ്കർ അയ്യർ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ പൊതുവികസനത്തെ സംബന്ധിച്ച് ആ ചർച്ചയിൽ കേരളം വലിയ മാതൃകയാണ്. ആ മാതൃകയ്ക്കൊപ്പം നിൽക്കാതെ പ്രതിപക്ഷം ചേരിതിരിഞ്ഞ് സങ്കുചിതമായ രാഷ്ട്രീയ നിലപാടിലേക്ക് പോകുന്നതിനുള്ള പൊതുവിമർശനം സ്വാഭാവികമായും കേരളം ചർച്ച ചെയ്യും. കേരളത്തിൻ്റെ ഈ പറയുന്ന പ്രതിപക്ഷം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ജനങ്ങളുടെ ആകെ പ്രതിപക്ഷമായി മാറുന്ന അവസ്ഥയിലേക്ക് പോകരുത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ, നിയമസഭയിൽ പ്രതിപക്ഷമാകാം, അത് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ കണക്കനുസരിച്ച് ഭരണപക്ഷവും പ്രതിപക്ഷവും സ്വാഭാവികമായി ഉണ്ടാവും. പക്ഷേ എന്ത് കാര്യത്തിലും കേരളത്തിൻ്റെ ആകെ പ്രതിപക്ഷമായി മാറുന്ന ഒരു പക്ഷമായി കേരളത്തിൻ്റെ VD സതീശനും UDF മാറുന്നു എന്ന വിമർശനമാണ്. തുടർച്ചയായി അവർ കേരളത്തിൻ്റെ പൊതുപരിപാടികളിൽ നിന്നെല്ലാം
സർക്കാരിൻ്റെയും പൊതുവികസനത്തിൻ്റെയും ജനങ്ങളുടെ പൊതുവായിട്ടുള്ള താല്പര്യങ്ങൾക്കെല്ലാം എതിരായി നിൽക്കുന്ന അവസ്ഥയുണ്ട്. കെ ഫോണിൻ്റെ ഉദ്ഘാടനത്തിന് അവർ വിട്ടുനിൽക്കുന്നു. ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് സൗജന്യമായി ഇൻ്റർനെറ്റ് നൽകുന്ന കെ ഫോൺ പദ്ധതി അവർ ബഹിഷ്കരിക്കുന്നു. ഒപ്പം തന്നെ ലോക കേരള സഭ അവർ ബഹിഷ്കരിക്കുന്നു. പ്രധാനപ്പെട്ട പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനങ്ങളിലെല്ലാം അവർ ബഹിഷ്കരിക്കുന്നു. ഇപ്പോൾ വിഷൻ 2031 എന്ന ആ കേരളത്തിൻ്റെ 2031 വരെയുള്ള കേരളം എങ്ങനെയായിരിക്കണമെന്ന ഭാവി കേരളത്തെ ചർച്ച ചെയ്യുന്ന ഒരു സർക്കാരിൻ്റെ പൊതുപരിപാടിയിൽ ലോകത്ത് ആകമാനമുള്ള വിദഗ്ധർ, സാമ്പത്തിക വിദഗ്ധരും വിവിധ സാങ്കേതിക രംഗത്തുള്ള വിദഗ്ധർ പങ്കെടുക്കുന്ന വേദിയിൽ നിന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷം വിട്ടുനിന്ന് അവർക്ക് അഭിപ്രായമില്ല, അവർ ഇതിനൊപ്പമില്ല എന്ന് അവർ പറയുകയാണ്. അത് കേരളം വിലയിരുത്തുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അതിരൂക്ഷമായ വിമർശനമാണ് കഴിഞ്ഞ ദിവസം മൻമോഹൻ സിംഗിനൊപ്പം തന്നെ രാജീവ് ഗാന്ധിക്കൊപ്പം തന്നെ പ്രവർത്തിച്ച സിവിൽ സർവീസ് രംഗത്ത് വലിയ പ്രഗത്ഭനായിട്ടുള്ള മണിശങ്കർ അയ്യർ, അദ്ദേഹം കേരളത്തിൻ്റെ പഞ്ചായത്ത് രാജ് ബില്ലുമായി ബന്ധപ്പെട്ട അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ഫലപ്രദമായ ഇടപെടൽ നടത്തിയ ഒരു മനുഷ്യൻ കൂടിയാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ ചോദ്യങ്ങൾക്ക് പോലും കേരളത്തിലെ കോൺഗ്രസ്സിന് മറുപടി പറയാൻ കഴിയാതെ വരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ചോദിച്ചതാണ്, അവരോട് കോൺഗ്രസിൻ്റെ നേതാക്കളോടൊക്കെ ചോദിച്ചതാണ്, നിങ്ങൾ ഈ സർക്കാരിനെതിരെ വലിയ ജനവികാരമുണ്ട് എന്നൊക്കെ അഭിപ്രായം പറയുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ദേശീയ നേതാവ് തന്നെ വന്ന് കേരളത്തിൽ വീണ്ടും പിണറായി സർക്കാർ അധികാരത്തിൽ വരും എന്ന് പറയുന്നു എന്ന ചോദ്യമാണ് നമ്മൾ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയോടും KC വേണുഗോപാലിനൊക്കെ ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞത് അത് ഒരു PR ഏജന്റ് മാത്രമാണ് മണിശങ്കർ, അത് കോൺഗ്രസിൻ്റെ അഭിപ്രായമല്ല എന്നതാണ്. പക്ഷേ ജനങ്ങൾ ഇതൊക്കെ വിലയിരുത്തുന്നുണ്ട്. ഇന്നാണ് വിഷൻ 2031 സമാപനം. മുഖ്യമന്ത്രിയും അടക്കമുള്ള പ്രമുഖർ ഇന്നത്തെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും. ഇന്ന് രാവിലെ 10 മണിക്കാണ് ഇതിൻ്റെ സമാപന സമ്മേളനം നടക്കുക. വിനീഷ.